സജിനയും ഫിറോസ് ഖാനും 10 വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പുതിയ ചർച്ചാ വിഷയം. അഭിമുഖങ്ങൾ മാറി മാറി നൽകി രണ്ടുപേരും അതേക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ പരസ്പരം ചളിവാരി എറിയുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. 10 വർഷത്തെ ജീവിതത്തിനിടയിൽ ഞങ്ങൾക്കിടയിൽ ഒരുപാട് നല്ല നിമിഷങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലുള്ളതുകൊണ്ടും ആ സ്നേഹം ഉള്ളിലുള്ളതുകൊണ്ടുമാണ് രണ്ടുപേരും എവിടെയും കുറ്റങ്ങളൊന്നും പറയാത്തതെന്ന് ഫിറോസ് പറയുന്നു. ഈ 10 വർഷം ഞങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്നതിന്റെ കാരണം മകനാണെന്നും ഫിറോസ് പറയുന്നുണ്ട്. ഇനി മിസ് ചെയ്യാൻ പോകുന്നതും അവനെ ഒരുമിച്ച് സ്നേഹിക്കുമ്പോഴുള്ള സന്തോഷമാണെന്ന് ഫിറോസ് പറയുന്നു. കുഞ്ഞിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഉത്തരവാദിത്വമാണ്. ഞങ്ങൾ രണ്ടുപേരും അവനെ സ്നേഹിക്കും. പക്ഷേ ഒരുമിച്ചുള്ള സ്നേഹം അവനിനി കിട്ടില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കുമിടയിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന അവന്റെ സന്തോഷം ഇനി ഉണ്ടാകില്ല എന്നത് ഏറ്റവും വലിയ മിസ്സിംഗ് ആണെന്നും താരം പറഞ്ഞു. പാറി പറക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാത്തതാണ് വിവാഹമോചനത്തിന് കാരണമെന്ന് ഒരു അഭിമുഖത്തിൽ ഫിറോസ് പറഞ്ഞിരുന്നു. അതും താരം വിശദീകരിക്കുന്നുണ്ട്. വിവാഹശേഷം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വളർന്നവരാണ്. എന്റെ കരിയറിൽ സജിനയും സജിനയുടെ കരിയറിൽ ഞാനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സജിന ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ കുഞ്ഞിനെ നോക്കുന്നത് ഞാനാണ്. അതൊക്കെ ഞങ്ങൾ പരസ്പരം നൽകുന്ന സ്വാതന്ത്ര്യമാണ്. അതിനപ്പുറത്തെ പാറിപ്പറക്കലും സ്വാതന്ത്ര്യവും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് ഞാൻ എന്ന വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിലും അപ്പുറമാണെന്നും ഫിറോസ് പറയുന്നു. സജിനയുടെ ഉമ്മയെ ഞാൻ സ്നേഹിക്കുന്നില്ല എന്നാണ് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്. സജിനയുടെ ഉമ്മയോട് എന്റെ ഉമ്മയോട് എന്നതുപോലെ എനിക്ക് സ്നേഹമുണ്ട്. പക്ഷേ അത് സജിന ആഗ്രഹിക്കുന്നത് പോലെയല്ല. ഉമ്മയെയും കൂട്ടി ലോകം ചുറ്റാനൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എന്റെ ഉമ്മയെയും കൂട്ടി ഞാൻ ലോകം ചുറ്റാറില്ല. അതിനർത്ഥം എനിക്ക് ഉമ്മയോട് സ്നേഹമില്ല എന്നല്ല. വിവാഹമോചനത്തിന് വേണ്ടി വക്കീലിനെ കണ്ടു എന്നറിഞ്ഞപ്പോൾ പോലും ഇതൊരു പാട മാത്രമാണ്, അവർ തിരിച്ചു വന്നേക്കുമെന്ന് എന്റെ മനസ്സ് വിശ്വസിച്ചിരുന്നു. പേര് മാറ്റിയപ്പോൾ ഒന്ന് ഞെട്ടി. പിന്നെ അഭിമുഖത്തിൽ വന്ന് വിവാഹമോചിതയാകുകയാണെന്ന് സജിന പറഞ്ഞ ശേഷമാണ് ഓക്കെ അത് സത്യമാണെന്ന് ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.